കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ജേണൽ എൻട്രികൾ എഴുതിയിരുന്നു അല്ലേ, 9 ജേണൽ എൻട്രി എഴുതിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ആണ് പറയുന്നത് കേട്ടോ. ബാക്കി കുറച്ച് ജേണൽ എൻട്രികൾ കൂടി നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, സോൾഡ് ഗുഡ്സ്, ചരക്ക് വിറ്റിട്ടുണ്ട്, ഫോർ ക്യാഷ്, പൈസക്ക് അല്ലേ. അപ്പോൾ നമ്മൾ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, എന്താ കിട്ടുക? ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് എന്താ കിട്ടുക? ക്യാഷ് കിട്ടും അല്ലേ. അതായത് ഇവിടെ പറയുന്നുണ്ട് ക്യാഷിനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്യാഷ് കിട്ടി. അപ്പോൾ നമ്മളെങ്ങനെ എഴുതണം? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം അല്ലേ. അത് ഇതിൻ്റെ മലയാള അർത്ഥം എന്താ? ക്യാഷ് കിട്ടിയിട്ടുണ്ട്, ക്യാഷ് കിട്ടിയിട്ടുണ്ട്. എന്താ നമ്മുടെ കയ്യിൽ നിന്ന് പോയത്? ഗുഡ്സാണ് പോയിട്ടുള്ളത് അല്ലേ, ഗുഡ്സാണ് പോയിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് കിട്ടി, ഗുഡ്സ് പോയി. ഗുഡ്സ് പോകുമ്പോൾ എന്താ എഴുതുക? സെയിൽസ് അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. എത്ര രൂപ? 5000, 5000. ഓക്കെ. അപ്പോൾ ക്യാഷ് കിട്ടി, ഗുഡ്സ് പോയി അല്ലേ. ക്യാഷ് കിട്ടി, ഗുഡ്സ് പോയി. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് പർച്ചേസ് ഗുഡ്സ്, ചരക്ക് കിട്ടിയിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്, ഫ്രം സാജി, സാജിയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഗുഡ്സ് നമ്മൾ വാങ്ങിക്കുകയാണ് അല്ലേ, ഗുഡ്സ് നമ്മൾ വാങ്ങിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഗുഡ്സ് കിട്ടി. അപ്പോൾ അതിനെങ്ങനെ എഴുതുക? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം അല്ലേ. പർച്ചേസ് അക്കൗണ്ട്, ഇതിൻ്റെ മലയാള അർത്ഥം എന്താ? ഗുഡ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ആളുടെ പേര് തന്നിട്ടുണ്ട് അല്ലേ, സാജി. സാജിയുടെ കയ്യിൽ നിന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താ നഷ്ടം വരിക? അതായത് ദോഷം. സാജിക്ക് ക്യാഷ് കൊടുക്കാനായി അല്ലേ, സാജിക്ക് ക്യാഷ് കൊടുക്കാനായി. എത്ര രൂപ? 10000 രൂപ. അപ്പോൾ 10000 രൂപയുടെ ഗുഡ്സ് നമുക്ക് കിട്ടി, സാജിക്ക് നമ്മൾ 10000 രൂപ കൊടുക്കാനായി അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ടേക്ക് ലോൺ, ലോൺ എടുക്കുന്നു ഫ്രം ഫെഡറൽ ബാങ്ക്, ഫെഡറൽ ബാങ്കിൽ നിന്നും. അപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കണം. നമ്മൾ ബാങ്കിൽ പോയി ലോണിൻ്റെ അപേക്ഷയൊക്കെ കൊടുത്ത് അല്ലേ, നമ്മളവിടെ പോയി കുറേ പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. അതെല്ലാം ചെയ്ത് നമുക്ക് ബാങ്ക് എന്താ നമുക്ക് തരിക? എന്താ തരുന്നത്? ക്യാഷ് തരും അല്ലേ, ക്യാഷ് തരും. അപ്പോൾ എന്ത് കിട്ടി? ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം അല്ലേ. എങ്ങനെ എഴുതിയ? ക്യാഷ് ആദ്യം എഴുതിയതിൻ്റെ മലയാള അർത്ഥം എന്താ? ക്യാഷ് കിട്ടി, ക്യാഷ് കിട്ടി. നല്ലതല്ലേ, പൈസ കിട്ടുന്നത് നല്ലതല്ലേ, പൈസ കിട്ടി അല്ലേ. അതായത് നമ്മുടെ കയ്യിലെ അസറ്റ്, ക്യാഷ് എന്ന കറണ്ട് അസറ്റ് കൂടിയിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. അതായത് ക്യാഷ് കിട്ടിയത് നല്ലതാണ്. നമുക്കെന്താ ദോഷം വരുന്ന? ക്രെഡിറ്റ്. എന്താ ഇവിടെ പ്രശ്നം? നമ്മൾ കടക്കാരനായി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആ പൈസ കിട്ടി, ലാഭം എന്ന് പറയാൻ പറ്റുമോ? തിരിച്ചു കൊടുക്കണ്ടേ? നമുക്ക് കടമല്ലേ വന്നത് അല്ലേ, ബാധ്യത വന്നു. അപ്പം എങ്ങനെ എഴുതുക? ഫെഡറൽ ബാങ്ക് ലോൺ എന്ന് എഴുതണം അല്ലേ. വെറും ഫെഡറൽ ബാങ്ക് എന്ന് എഴുതരുത്, ഫെഡറൽ ബാങ്ക് ലോൺ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഫെഡറൽ ബാങ്കിലെ ലോൺ അക്കൗണ്ടാണ്. ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പലരും എഴുതാറുണ്ട്, അത് തെറ്റാണ്. ബാങ്ക് അക്കൗണ്ട് അല്ല. ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് ATM നിന്നൊക്കെ എടുക്കാം, മറ്റുള്ളവർക്ക് ഗൂഗിൾ പേ വഴി പേയ്മെൻ്റ് ഒക്കെ ചെയ്യാം അല്ലേ. ഇതാണ് ബാങ്ക് അക്കൗണ്ട്. പക്ഷേ ഇത് ലോൺ അക്കൗണ്ടാണ്. ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളതാണ്. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കണം, പലരും ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതാറുണ്ട്, തെറ്റാണത്. ഫെഡറൽ ബാങ്ക് ലോൺ അക്കൗണ്ട് എന്നാണ് എഴുതാറുണ്ട് കേട്ടോ. നമ്മൾക്ക് ഒരു ലോണ് മാത്രമുള്ളൂ എങ്കിൽ ബാങ്കിൻ്റെ പേര് ചേർക്കാതെ വേണമെങ്കിൽ എഴുതാം. പക്ഷേ എങ്കിലും ബാങ്കിൻ്റെ പേര് ചേർത്ത് എഴുതുന്ന നല്ലത്. കാരണം ഭാവിയിൽ നമ്മൾ വീണ്ടും മറ്റൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ സാധ്യതയുണ്ട് അല്ലേ. കാനറ ബാങ്കിൽ നിന്നോ ആക്സിസ് ബാങ്കിൽ നിന്നോ ഒക്കെ നമ്മൾ ലോൺ എടുക്കാം. അപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ പേര് ചേർത്തിയിട്ട് ലോണ് എന്നെഴുതുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അടുത്ത ക്വസ്റ്റ്യന്, പെയ്ഡ് ഫോർ ക്യാരേജ് ഇൻവേർഡ്, ക്യാരേജ് ഇൻവേർഡിന് വേണ്ടി ക്യാഷ് കൊടുത്തു എന്ന് പറയുന്നത്. ഈ ക്യാരേജ് ഇൻവേർഡ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ്? ഒന്നുകൂടെ പറയാം. വാങ്ങിയ അസംസ്കൃത വസ്തുക്കൾ വാങ്ങിയ സ്ഥലത്ത് നിന്നും നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ കമ്പനിയിൽ എത്താൻ വേണ്ടി വാഹനത്തിന് വരുന്ന ചെലവുകളാണ് ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. വെഹിക്കിൾ, വാഹനത്തിൻ്റെ ചിലവാണ്. സ്വന്തം വാഹനമാണെങ്കിൽ അതിന് എണ്ണ അടിക്കണം, വാടകയ്ക്ക് വിളിക്കുകയാണെങ്കിൽ വാടക കൊടുക്കേണ്ടി വരും അല്ലേ. അതായത് ഇപ്പം ഞാനൊരു ഹോട്ടൽ നടത്തുകയാണ് കരുതുക. അപ്പോൾ എനിക്ക് ഡെയിലി രാവിലേക്ക് എന്ത് ചെയ്യും? ഞാൻ ചിക്കന്, ബീഫ്, പിന്നെ അതുപോലെ പച്ചക്കറികൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് എന്തൊക്കെ വസ്തുക്കൾ വാങ്ങേണ്ടി വരും രാവിലെ അല്ലേ. ഒരുപാട് വസ്തുക്കൾ വാങ്ങേണ്ടി വരും. ഇത് വാങ്ങിയിട്ട് നമ്മൾ വണ്ടിയിൽ കൊണ്ടുവരില്ലേ. അത് കൊണ്ടുവന്നു കഴിഞ്ഞാലേ നമുക്ക് ഹോട്ടലിലെ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് ഉൽപ്പാദനം നടക്കുകയുള്ളൂ, മാനുഫാക്ചറിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുകൾ
നമ്മൾ രാവിലെ വാങ്ങിയിട്ട് അത് കൊണ്ടുവരാൻ വേണ്ടി വാഹനത്തിന് വരുന്ന എക്സ്പെൻസ് ആണ് ക്യാരേജ് ഇൻവേർഡ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞിരുന്നു, അതിൻ്റെ കാരണം പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഒരുപാട് പറയേണ്ടത് നമ്മൾ ആൾറെഡി അതൊരു വട്ടം പറഞ്ഞു കഴിഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസോ ഇൻഡയറക്റ്റ് എക്സ്പെൻസോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജേണൽ എൻട്രി എഴുതുമ്പോൾ നമ്മുടെ യുക്തി കൊണ്ട്, ഞാൻ പറഞ്ഞ പോലെ യുക്തി കൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ഗുണവും ദോഷവും മനസ്സിലാക്കിയിട്ട് എഴുതിയാൽ മതി. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡെബിറ്റ് ക്രെഡിറ്റ് റൂള് ചിന്തിച്ചു എഴുതാം. പക്ഷെ അതൊന്നും കൂടി മനപ്പാഠം പഠിക്കുന്ന രീതിയാണ്, ഒന്നുകൂടെ ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ എളുപ്പം നമ്മൾ തന്നെ കാര്യങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കുക. ആ റൂള് തന്നെയാണ് നമ്മൾ ഈ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ എന്താ ഗുണം? നമ്മൾ വാഹനം വാടകയ്ക്ക് വിളിച്ചു, വണ്ടി വാടകയ്ക്ക് വിളിച്ചു, എന്നിട്ട് പ്രൊഡക്റ്റ് നമ്മുടെ കടയിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അല്ലെങ്കിൽ സ്വന്തം വണ്ടിയിൽ കൊണ്ടുവരികയാണ്. ഇവിടെ എന്താ ഗുണം? നമുക്ക് ആ വണ്ടി കൊണ്ടുള്ള ഉപകാരം കിട്ടി അല്ലേ, ഒരു വാഹനം കൊണ്ടുള്ള ഉപകാരം നമുക്ക് കിട്ടി. അപ്പം നമ്മൾ ബസ്സിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോവാണ്. എന്താ നമുക്ക് ഗുണം കിട്ടിയത്? ആ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്തു, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് നമ്മൾ എത്തിയില്ലേ. ഇതുപോലെ തന്നെ നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റ് നമ്മുടെ സ്ഥാപനത്തിലോട്ട് എന്ത് ചെയ്തു? വാഹനം ആ വണ്ടിയിൽ കൊണ്ടുവന്നു. അപ്പോൾ അത് നമുക്ക് വന്ന ഗുണമാണ് അല്ലേ. അപ്പോൾ അതെന്താ എഴുതുക? ക്യാരേജ് ഇൻവേർഡ് അക്കൗണ്ട് ഡെപ്റ്റർ. ക്യാരേജ് എന്ന് പറഞ്ഞാൽ വഹിക്കുന്നത്, ചുമക്കുന്നത് അല്ലേ, അങ്ങനെയൊക്കെയാണ് അർത്ഥം. ഇൻവേർഡ് പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ട് വന്നത്, അതായത് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. വാഹനം ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതായത് ഇവിടെ ക്യാരേജ് എന്ന വാക്കിന് ഉദ്ദേശിക്കുന്നത് വെഹിക്കിൾ, വാഹനം എന്ന അർത്ഥമാണ് വരുന്നത് കേട്ടോ. വാഹനം ഇങ്ങോട്ട് വന്നു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ക്യാരേജ് ഇൻവേർഡ് അക്കൗണ്ട് ഡെപ്റ്റർ, വാഹനം കൊണ്ടുള്ള ഉപകാരം നമുക്ക് കിട്ടി, അതായത് വണ്ടി നമുക്ക് പ്രൊഡക്റ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നു, അതാണ് ഗുണം. അപ്പോൾ എന്താണ് ക്യാരേജ് ഇൻവേർഡ്? നമ്മുടെ ഒരു വാഹനം കൊണ്ട്, ഒരു വണ്ടി കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ കടയിലെത്തി അല്ലേ. വാങ്ങിയ സ്ഥലത്ത് നിന്നും അതായത് ഒരു 10 കിലോമീറ്റർ ദൂരെ നിന്നാണ് വാങ്ങിയതെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു 2 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരെ നിന്നാണ് വാങ്ങിയെങ്കിൽ അവിടുന്ന് ഈ പ്രൊഡക്റ്റ് നമ്മുടെ സ്ഥാപനത്തിലോട്ട് എത്തി. അതാണെന്ത്? ക്യാരേജ് ഇൻവേർഡ് അക്കൗണ്ട് ഡെപ്റ്റർ. എന്താണ് നമ്മൾ കൊടുത്തത്? ക്യാഷ് ആണ് കൊടുത്തത് അല്ലേ. അതായത് ക്യാഷ് നമ്മൾ 500 രൂപ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് ആദ്യം എഴുതണം, ക്യാഷ് പോകുമ്പോൾ ക്യാഷ് രണ്ടാമത് എഴുതണം. ഇതിൻ്റെ മലയാള അർത്ഥം എന്താ? ക്യാഷ് പോയി എന്നാണ് അർത്ഥം അല്ലേ. ഡെബിറ്റ് ക്രെഡിറ്റ് റൂള് പ്രകാരം ക്യാരേജ് ഇൻവേർഡ് എക്സ്പെൻസ് ആണ്, ചിലവാണ്. ചിലവെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളാണ്. നമ്മുടെ ആവശ്യങ്ങൾ, അതായത് ഈ വാഹനം നമുക്ക് വിളിക്കേണ്ടിയിരുന്നു അല്ലേ, നമ്മുടെ ഒരു ആവശ്യമാണ്. ഇത് ഗുണമാണ് അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലവുകൾ നമ്മുടെ ആവശ്യമാണ്, ആവശ്യം എന്ന് പറഞ്ഞാൽ ഗുണമാണ്. അപ്പോൾ ഇത് ആ ഒരു എക്സ്പെൻസ് ചിലവ് വന്നതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. അസറ്റ് ഇവിടെ കുറയാണ് അല്ലേ, കറണ്ട് അസറ്റായ ക്യാഷ് ഇവിടെ കുറയാണ്, അതുകൊണ്ട് അതിനെന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു, അതായത് ദോഷത്തിൽ എഴുതി. അടുത്തത് എന്താണ്? റിട്ടേൺ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത്, തിരിച്ചു കൊടുക്കുന്നു ടു സാജിക്ക് തിരിച്ചു കൊടുക്കും. അതായത് നേരത്തെ നമ്മൾ സാജിയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലേ, വാങ്ങിയിട്ടുണ്ട്. അതിൽ 2000 രൂപയുടെ ഗുഡ്സ് എന്ത് ചെയ്യാണ്? നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുക്കുകയാണ്. എന്തിനാണ് നമ്മൾ വാങ്ങിയത് തിരിച്ചു കൊടുക്കുക? അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവും അല്ലേ, അതായത് ക്വാളിറ്റി കുറവോ മറ്റെന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വാങ്ങിയ പ്രൊഡക്റ്റ് മുഴുവനായിട്ടോ അല്ലെങ്കിൽ കുറച്ചോ തിരിച്ചു കൊടുക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയ വസ്തു തിരിച്ചു കൊടുക്കുമ്പോൾ കടക്കാരൻ എന്ത് തരും? മിക്കവാറും ക്യാഷ് തരും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മറ്റൊന്ന് തരും അല്ലേ. അതായത് റീപ്ലേസ്മെൻ്റ് ഉണ്ട്, വേറെ പ്രൊഡക്റ്റ് തരും. ചില കടക്കാർ ക്യാഷ് തരില്ല, അവരെന്ത് ചെയ്യും? പ്രൊഡക്റ്റാണ് തരിക അല്ലേ. അപ്പോൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയത് പൊതുവേ നമുക്ക് എന്തെങ്കിലും ക്യാഷ് തിരിച്ചു തരണം കടക്കാരൻ. പക്ഷേ ഇവിടെ എന്താണ്? സാജിയുടെ കയ്യിൽ നിന്ന് നമ്മൾ കടത്തിനാണ് വാങ്ങിയത്, മനസ്സിലാക്കുക. ക്യാഷ് കൊടുത്ത് വാങ്ങിയതല്ല, കടത്തിനാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. ക്യാഷ് കൊടുത്ത് വാങ്ങിയതല്ല, കടത്തിനാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു? എന്താ സംഭവിക്കുക? സാജിക്ക് കൊടുക്കാനുള്ള ക്യാഷ് ബാധ്യത കുറയും അല്ലേ. അപ്പോൾ സാജി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അതായത് സാജിക്ക് നമ്മൾ ക്യാഷ് കൊടുക്കാനുണ്ട്, ആ ബാധ്യത ഇവിടെ തീരുകയാണ് അല്ലേ. ഓക്കെ, ബാധ്യത തീരും. നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റ് തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അയാൾക്ക് കൊടുക്കാനുള്ള പൈസ കുറയൂലേ അല്ലേ, കൊടുക്കാനുള്ള പൈസ കുറയും കടത്തിന് വാങ്ങിയതുകൊണ്ട്. പൈസക്കായിരുന്നെങ്കിൽ ഇവിടെ എന്താ എഴുതേണ്ടത്? ക്യാഷ് എന്നാണ് എഴുതേണ്ടിയിരുന്നത്. അപ്പോൾ 2000 നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കുമ്പോൾ എന്താ കൊണ്ടുപോയി കൊടുക്കുന്നത്? പ്രൊഡക്റ്റ് അല്ലേ, വാങ്ങിയത് തിരിച്ചു കൊടുക്കുകയാണ്. എന്താണ്? ഗുഡ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതുക? പർച്ചേസ് റിട്ടേൺ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗുഡ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്, അതാണ് ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെങ്ങനെ എഴുതണം? പർച്ചേസ്
റിട്ടേൺ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. പർച്ചേസ് റിട്ടേൺ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ സാജിക്ക് നമ്മൾ കൊടുക്കാനുള്ള ക്യാഷിൻ്റെ ബാധ്യത കുറയുന്നു, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ഗുഡ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്, അതുകൊണ്ട് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഗുഡ്സ് പോയി എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ, ഗുഡ്സ് പോയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സിത്താരക്ക് ഗുഡ്സ് വിറ്റു അല്ലേ. ഗുഡ്സ് സിത്താരക്ക് വിറ്റു. അപ്പോൾ സിത്താര പേര് പറയുന്നുണ്ട്, അപ്പോൾ കടത്തിനാണ് അല്ലേ. അപ്പോൾ സിത്താര നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനാവും അല്ലേ. സിത്താര അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. സിത്താര ഇങ്ങോട്ട് ക്യാഷ് തരാനായി എത്ര, 7000. നമ്മുടെ കയ്യിൽ നിന്ന് എന്താ പോകുന്നത്, ഗുഡ്സ് അല്ലേ. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. എത്രയാണ്, 7000. സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം 7000. അപ്പോൾ സിത്താര ഇങ്ങോട്ട് ക്യാഷ് തരാനായി ഗുഡ്സ് നമ്മുടെ കയ്യിൽ നിന്നും പോയി. പെയ്ഡ് അടച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ചാർജ് 2500, 2500 രൂപ നമ്മൾ കറണ്ട് ബില്ല് അടച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 2500 രൂപ കറണ്ട് ബില്ല് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, നമുക്ക് കറണ്ട് ഉപയോഗിക്കാൻ കിട്ടി അല്ലേ. കറണ്ട് ഉപയോഗിക്കുക, ലൈറ്റ്, ഫാന്, AC തുടങ്ങി എന്തൊക്കെ നമ്മൾ കറണ്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതായത് ഇലക്ട്രിസിറ്റി ചാർജ് അക്കൗണ്ട് ഡെപ്റ്റർ, ഇതിൻ്റെ അർത്ഥം എന്താണ്, കറണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയിട്ടുണ്ട്, കറണ്ടിനെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനെ കറണ്ട് ബില്ലെന്നോ ഇലക്ട്രിസിറ്റി ബില്ലെന്നോ അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് കറണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയിട്ടുണ്ട്. എത്ര രൂപയുടെ, 2500 രൂപയുടെ. നമ്മളിതിനെന്താ കൊടുക്കുന്നത്, ക്യാഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി, ക്യാഷ് പോയി. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മലയാള അർത്ഥം എന്താ, ക്യാഷ് പോയി എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ. നമ്മൾ ഗൂഗിൾ പേ വഴിയോ Paytm വഴിയോ ഒക്കെ നമ്മൾ ബാങ്കിൽ നിന്നാണ് കറണ്ട് ബില്ല് അടച്ചിട്ടുള്ളെങ്കിൽ ഇവിടെ എന്താ എഴുതേണ്ടത്, ക്യാഷിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. കാരണം ബാങ്കിൽ നിന്നല്ലേ പൈസ പോയിട്ടുണ്ടാവുക. അപ്പോൾ ക്യാഷ് എഴുതുന്നതിന് പകരം എന്തെഴുതണം, ബാങ്കിനെ നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ കറണ്ട് ഉപയോഗിക്കാൻ കിട്ടിയത് നല്ലത്, ഗുണം. അതിന് നമ്മൾ എന്ത് കൊടുത്തു, ക്യാഷ് കൊടുത്തു. ഇത് നമ്മുടെ എന്താണ്, എക്സ്പെൻസ് ആണ് അല്ലേ. നമ്മുടെ ഒരു ആവശ്യമല്ലേ കറണ്ട് എന്ന് പറയുന്നത്, നമുക്ക് വേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഇത് എക്സ്പെൻസ് ആണ്, അതിനെ ഒരു എക്സ്പെൻസ് വന്നുകൊണ്ട് ഡെബിറ്റ് ചെയ്തു എന്നും നമുക്ക് പറയാം അല്ലേ. എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾ പ്രകാരം എന്താ, എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറയുമ്പോൾ ക്യാഷ് അസറ്റാണ് അല്ലേ, അത് കുറയുമ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, റിട്ടേൺ ഗുഡ്സ് തിരിച്ചു വന്നു ഫ്രം അല്ലേ, തിരിച്ചു വന്നിട്ടുണ്ട് സിത്താരയിൽ നിന്നും ഗുഡ്സ് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് അല്ലേ, ഫ്രം. അപ്പോൾ സിത്താരക്ക് നമ്മൾ വിറ്റതാണ് അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സിത്താരക്ക് നമ്മൾ ഗുഡ്സ് വിറ്റിട്ടുണ്ട്, അത് തിരിച്ചു വരികയാണ്. എന്തിനാണ് തിരിച്ചു വരുന്നത്, നമ്മൾ വിറ്റ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറവായതുകൊണ്ട് എന്ത് ചെയ്യും, സിത്താര തിരിച്ചു തരാം. അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് തിരിച്ചു തരാം. മനസ്സിലാക്കുക, നമ്മൾ സിത്താരക്ക് വിറ്റത് കടത്തിനാണ് നമ്മൾ വിറ്റിട്ടുള്ളത്. അപ്പോൾ കടത്തിന് വിൽക്കുന്ന സമയത്ത് എന്താ നമുക്ക് കിട്ടുക, സിത്താര എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുന്നത്, കംപ്ലൈൻ്റ് ആയതാണെങ്കിലും മൂല്യമുണ്ട് അല്ലേ. എന്താ കൊണ്ടുവരുന്നത്, പ്രൊഡക്റ്റ്, ഗുഡ്സ്. അപ്പോൾ എങ്ങനെ എഴുതുക, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ. അതായത് നമുക്ക് ഗുഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെന്താണ് നഷ്ടം, നമ്മുടെ ദോഷം, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ സിത്താര പൈസ തരാനുണ്ടായിരുന്നോ, അതിനി തരുമോ, 1000 രൂപ ഇനി തരില്ല അല്ലേ, നമുക്ക് 1000 രൂപ ഇവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ സിത്താര അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം, സിത്താര അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. എത്രയാണ്, 1000. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് നമുക്ക് തിരിച്ച് കിട്ടിയതാണ് ഇവിടെ ഗുണം. അതായത് വിറ്റ ചരക്ക് തിരിച്ചു വന്നു, ആ പ്രൊഡക്റ്റ് നമുക്ക് തിരിച്ച് കിട്ടി, അതിന് മൂല്യമുണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലൈൻ്റ് ആണെങ്കിൽ നമ്മൾ ആരൊക്കെന്നാണോ വാങ്ങിയ അയാൾക്ക് നമ്മൾ റിട്ടേൺ ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ നമുക്കത് ശരിയാക്കിയിട്ട് വീണ്ടും വിൽക്കാം അല്ലേ. ഇപ്പോൾ ഡ്രസ്സൊക്കെ ആണെങ്കിൽ അത് നമുക്ക് കുറച്ച് ചെറുതായിട്ട് തുന്നി വിട്ടതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം അല്ലേ. അങ്ങനെ ശരിയാക്കി എടുത്ത് നമുക്ക് വീണ്ടും വിൽക്കാം, അതിന് മൂല്യമുണ്ട്. അപ്പോൾ ആ ഗുഡ്സ് തിരിച്ച് കിട്ടിയതാണ് ഗുണം. എന്ത് നഷ്ടം, സിത്താര പൈസ തരാനുള്ളത് ഇനി തരില്ല അല്ലേ, സിത്താര തരാനുള്ളത് തരില്ല. പിന്നെ നമ്മൾ വിൽക്കുന്ന സമയത്ത് എങ്ങനെ എഴുതി, സിത്താര അക്കൗണ്ട് ആഫ്റ്റർ സെയിൽ എന്നാണ് എഴുതി അല്ലേ. ഇത് വിറ്റ സമയത്ത് നമ്മൾ നേരത്തെ എഴുതിയത് സിത്താര അക്കൗണ്ട് ആഫ്റ്റർ സെയിൽ. ഇവിടെ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ആഫ്റ്റർ സിത്താര. എന്തുകൊണ്ടാണ് ഇവിടെ റിട്ടേൺ ചേർക്കുന്നത്, എന്താണ് സെയിൽ മാത്രം എഴുതാത്തത്? അതായത് നമ്മൾ നേരത്തെ ചെയ്ത ക്രെഡിറ്റ് ചെയ്ത സെയിലിനെ ഇവിടെ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറയല്ലോ. പക്ഷെ ഇവിടെ റിട്ടേൺ എന്തിനാണ് ചേർക്കുന്നത്, നമുക്ക്
വിറ്റ കസ്റ്റമേഴ്സിന് വിറ്റ ചരക്കുകൾ തിരിച്ചു വന്നതെല്ലാം നമുക്ക് സെപ്പറേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ടാലി, ക്യൂബി, സേജ് 50, സോഹോ ബുക്സ് പോലുള്ള സോഫ്റ്റ്വെയറുകളിൽ അതിനെ വേറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, സെപ്പറേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു ലെഡ്ജറിൻ്റെ പേരിൽ അത് ചെയ്യുന്നത്. ഓക്കെ, അത് സെയിൽസ് റിട്ടേൺ എന്നല്ലാതെ സെയിൽ എന്ന് എഴുതി എന്താ ഉണ്ടാവുക? അത് ഒരിക്കലും നമുക്ക് സെപ്പറേറ്റ് ലെഡ്ജറായിട്ട് കാണിക്കില്ല. അപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ മാത്രമല്ല, നമ്മൾ ബുക്കിൽ അക്കൗണ്ട്സ് എഴുതുമ്പോഴും ഇങ്ങനെ തന്നെയാണ് എഴുതുക, സെയിൽസ് റിട്ടേൺ എഴുതുക. കാരണം അതിനെ സെപ്പറേറ്റ് വേറെ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തിനത് വേറെ അറിയുന്നത്? നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിൽ കൂടുതലും റിട്ടേൺ ആവുകയാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റ് ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങുന്നത് അത് മാറ്റണം. നമ്മുടെ ബിസിനസ് തകർന്നു പോകും. കാരണം ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിറ്റിട്ട് കസ്റ്റമർ അത് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ കസ്റ്റമർക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം നല്ലതാണോ മോശമാണോ ഉണ്ടാവുക? മോശം അഭിപ്രായമല്ലേ ഉണ്ടാവുക അല്ലേ? നമ്മളൊരു പ്രൊഡക്റ്റ് വിറ്റു, കസ്റ്റമർക്ക് അതെന്തെങ്കിലും കംപ്ലൈൻറ്റ് തോന്നി, തിരിച്ചു കൊണ്ടുവരുമ്പോൾ കസ്റ്റമർക്ക് നമ്മളെക്കുറിച്ച് മോശം അഭിപ്രായമാണ്, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച്, ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച്. ഇങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സിന് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടായാൽ, അതായത് സെയിൽസ് റിട്ടേൺ കൂടിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബിസിനസ് അടച്ചു പൂട്ടേണ്ടി വരും, സെയിൽസ് കുറയും. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവണ്ടേ? എങ്കിലല്ലേ ആളുകൾ നമ്മുടെ കടയിൽ വരികയുള്ളൂ, സെയിൽസ് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ സെയിൽ കുറയും, കച്ചവടം കുറയും, നമ്മൾ ബിസിനസ് അടച്ചു പൂട്ടേണ്ടി വരും. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് ഒരുപാടുണ്ടെങ്കിൽ, അതായത് അത് നമ്മൾ മനസ്സിലാക്കണം. വളരെ കുറച്ച് സെയിൽസ് റിട്ടേണേ ഉണ്ടാകാൻ പാടുള്ളൂ അല്ലേ? ഒരുപാട് സെയിൽസ് റിട്ടേൺ ആവുകയാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം, നമ്മളതിനുള്ള പരിഹാരം കാണുകയും വേണം. അപ്പോൾ അത് വേറെ നമുക്ക് അറിയണം ഈ സെയിൽസ് റിട്ടേൺ. അതിനാണ് നമ്മൾ സെപ്പറേറ്റ് പേര് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് പർച്ചേസ് റിട്ടേണും സെപ്പറേറ്റ് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങി അത് കുറേ റിട്ടേൺ ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാളുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇല്ല, നമ്മൾ അയാളെ മാറ്റി മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന്, മറ്റൊരു കമ്പനിയിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങണം എന്നാണ് അർത്ഥം അല്ലേ? അതായത് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വാങ്ങിയാലല്ലേ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് വേറെ അറിയാൻ വേണ്ടിയിട്ട് വേറിട്ട് അറിയാനാണ് വേറെ വേറെ പേരുകൾ കൊടുത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ചുകൂടെ ജേർണൽ എൻട്രികൾ ചെയ്തു. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.